ഇപ്പോൾ ഇന്ന് നമ്മളൊരു ഇവിടെ ഒരു പരിഹാര പൂജയായിട്ടാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഈ ക്ലയൻറ്റിനുള്ള ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു നല്ല വിവാഹം, മനസ്സിനിണങ്ങിയതായിട്ടുള്ള ഒരു വരനെ കിട്ടാനും അല്ലെങ്കിൽ വധുവിനെ കിട്ടാനും, ദാമ്പത്യ ജീവിതം സക്സസ്ഫുൾ ആവാനും, സന്താനം ഉണ്ടാകാനും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിഹാര പൂജയാണ് ഇത്. ഇങ്ങനെ ഒരു ആവശ്യം ഒരു ക്ലയൻറ്റ് പറയുന്ന സമയത്ത് ആദ്യം നമ്മൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ആ ജാതകത്തിൻ്റെ ഘടനയാണ്. അപ്പോൾ ആ ജാതകത്തിൽ ഈ വ്യക്തിക്ക്, സ്ത്രീയാണെങ്കിൽ പുരുഷനാണെങ്കിൽ, വ്യക്തിക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വിവാഹ ജീവിതം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതും ആദ്യം പരിശോധിച്ച ശേഷം, അങ്ങനെ ഒരു വിധി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു പരിഹാരം ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, അങ്ങനെ വിധി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പരിഹാരം എന്ന് ചോദിക്കാം. അവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞത് മാതിരി, ഒരാൾക്ക് ഒരു സൗഭാഗ്യം അർഹതപ്പെട്ടതാണെങ്കിലും അത് യഥാസമയത്ത് ആ ദശാകാലങ്ങളിലോ അല്ലെങ്കിൽ അപഹാരകാലത്തിലോ ഒക്കെ സംഭവിക്കാൻ ഇടയുള്ളതാണെന്ന് അറിഞ്ഞാലും ചില സമയങ്ങളിൽ ആ അർഹിക്കുന്ന സൗഭാഗ്യം കിട്ടാതെ പോകുന്നതിന് കാരണമായിട്ട് സൂക്ഷ്മത്തിലുള്ള ചില തടസ്സങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് ശത്രുദോഷമാവാം, ദേവതാകോപമാവാം, വാസ്തുദോഷമാവാം, ആഭിചാരക്രിയകളാവാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ടും നമുക്ക് അർഹിക്കുന്ന അല്ലെങ്കിൽ ക്ലയൻറ്റ് അർഹിക്കുന്നതായിട്ടുള്ള ഒരു സൗഭാഗ്യം കിട്ടാതെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ജാതകത്തിലൂടെ പരിശോധിച്ച് കണ്ടുപിടിച്ചിട്ട് ഈ കാലഘട്ടത്തിനകം ഇദ്ദേഹത്തിന് ഈ സൗഭാഗ്യം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ, അത് കിട്ടാതിരിക്കാൻ സൂക്ഷ്മ തലത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങളുണ്ടെങ്കിൽ അതിനെ നമ്മൾ പരിഹരിച്ച് മാറ്റണം എന്നുള്ളതാണ് പരിഹാരക്രിയയുടെ ഉദ്ദേശം. അല്ലാതെ ഒരു അസാധ്യമായിട്ടുള്ള ഒരു കാര്യത്തിനെ പൂജ ചെയ്ത് കിട്ടാനല്ല ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഈ ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം ക്ലയൻറ്റിൻ്റെ ജാതകവശാൽ വിവാഹ ജീവിതത്തിനുള്ള അതിനുള്ള സാഹചര്യമുണ്ട്. പിന്നെ അതിന് തടസ്സമായി, അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവിനെയോ അല്ലെങ്കിൽ നല്ല ഭാര്യയെ കിട്ടാനായിട്ടുള്ള അതിനുള്ള തടസ്സമായി നിൽക്കുന്നത് ആ ജാതക ദോഷപ്രകാരം ആ രണ്ടുപേരുടെയും ജാതകം പരിശോധിച്ച ശേഷം നോക്കിയതിൽ പ്രധാനപ്പെട്ടത് സർപ്പദോഷം തന്നെയായിരുന്നു. പിന്നെ ജാതകത്തിൽ നോക്കുന്ന സമയത്ത് ചൊവ്വയുടെ കാര്യം നോക്കണം. അങ്ങനെ പല ദോഷങ്ങൾ നോക്കിയ സമയത്ത് പ്രധാനപ്പെട്ടതായിട്ട് നോക്കുന്ന സമയത്ത് സർപ്പദോഷം തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് സർപ്പദോഷത്തിന് മാറ്റാനുള്ള പൂജകൾ നമ്മളത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ലാസ്റ്റ് പൂജയായിട്ട് ഈ അശ്വാരൂഢ പൂജയാണ് ചെയ്യാൻ പോകുന്നത്. എന്തിനാണ് ഈ അശ്വാരൂഢ പൂജ എന്നുള്ളത് ആണ് പ്രസക്തം. ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അശ്വാരൂഢം, സ്വയംവര പാർവതി, ഗന്ധർവൻ, യക്ഷി, പത്മാവതി, ഈ ദേവതകളെയാണ് ഞാനിവിടെ ഈ ഇത്തരം പരിഹാരങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഈ ഗന്ധർവനും യക്ഷിയും എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഒരു ജീവിതത്തിൽ ഒരു വിവാഹ ജീവിത സംബന്ധം, ദാമ്പത്യമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രധാന ഘടകം, ഒരു വിവാഹം സക്സസ്ഫുൾ ആവണമെങ്കിൽ ആ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഭാര്യാഭർത്താക്കന്മാരുടെ ശാരീരിക സുഖത്വം ബേസിട്ടാണ് അത് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ആവശ്യത്തിന്, അല്ലെങ്കിൽ ഈ ഒരു ശാരീരികമായിട്ടുള്ള ബന്ധത്തിലൂടെ കിട്ടുന്നതായിട്ടുള്ള ആ സൗഖ്യവും സുഖവും അതിൻ്റെ ഫലമായി കിട്ടാനുള്ള സന്താന ഭാഗ്യവും ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്നത് പ്രധാനപ്പെട്ടതായിട്ട് ഗന്ധർവനെയും യക്ഷിയും വെച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ യക്ഷികളിൽ പ്രധാനപ്പെട്ട 36 യക്ഷികളെ പറ്റി ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ വേറെ യക്ഷികളുണ്ട്. ഈ ഓരോ യക്ഷികൾക്കും അതിൻ്റേതായിട്ടുള്ള മൂലമന്ത്രങ്ങളും ഓരോ ഉദ്ദേശവും ആ പൂജാക്രമങ്ങളുമൊക്കെ തന്നെ പല ശാസ്ത്രങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നത് മോഹിനിയുക്ത ഗന്ധർവനായിട്ടുള്ള ഒരു രൂപസങ്കല്പമാണ് ഗന്ധർവനെ സംബന്ധിച്ചുള്ള എടുക്കുന്നത്.
ഇപ്പോൾ ഗന്ധർവനും മോഹിനിയുമായിട്ട് അല്ലെങ്കിൽ യക്ഷിണിയുമായിട്ട് ഒന്നിച്ചിരുന്ന് ദമ്പതികളായിട്ട് ഇരിക്കുന്ന രൂപത്തിലുള്ള ആ സങ്കല്പത്തിലാണ് നമ്മൾ ഗന്ധർവ യക്ഷിയെ പൂജിക്കുന്നത്. ഇവിടെ യക്ഷി എന്നുള്ള സങ്കല്പത്തിൽ സുന്ദരി യക്ഷിണി എന്നുള്ള ഭാഗത്തിലുള്ള ഒരു ദേവതയാണ്, യക്ഷിണിയാണ് ഞാൻ ഇവിടെ പ്രധാനപ്പെട്ട് പൂജിക്കുന്നത്. അപ്പൊ ഈ സുന്ദരി യക്ഷിണിക്ക് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ദശമഹാവിദ്യയെ എടുക്കുന്ന സമയത്ത് ആ ദശമഹാവിദ്യകൾക്ക് ഓരോ ദേവതകൾക്കും ഓരോ ദശമഹാവിദ്യ ദേവതയ്ക്കും ഒരു ഭൈരവനുണ്ടാവും, ഒരു ഗണപതി ഉണ്ടാവും, ഒരു യക്ഷിണി ഉണ്ടാവും. അത് ഓരോ ഇപ്പോൾ ദുർഗയ്ക്ക് ഒരു ഭൈരവനായിരിക്കും, ഒരു യക്ഷിണിയായിരിക്കും. അതേമാതിരി ഈ സുന്ദരി യക്ഷിണി എന്നുള്ള ദേവത ഷോഡശി എന്നുള്ള ത്രിപുരസുന്ദരിയുടെ ദശമഹാവിദ്യയിൽ വരുന്ന ഷോഡശി എന്നുള്ള ദേവതയ്ക്കുള്ള യക്ഷിണിയായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ സുന്ദരി യക്ഷിണി എന്നുള്ള സങ്കല്പത്തിൽ തന്നെ ഞാൻ എടുക്കാൻ കാരണം. കാരണം വേറെ യക്ഷിണിമാരുണ്ട്, ഓരോരുത്തർക്കും ഓരോ പർപ്പസ് ഉണ്ട്. പക്ഷെ ഇത് ത്രിപുരസുന്ദരിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന യക്ഷി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ത്രിപുരസുന്ദരി എന്താണോ നമുക്ക് പ്രദാനം ചെയ്യുന്നത്, അതാണ് ഭോഗമുക്തി എന്ന് പറയുക. അപ്പൊ ആ ഭോഗമുക്തിക്ക് ത്രിപുരസുന്ദരിയുടെ ഒരു എന്താ പറയുക, ഒരു പരിവാര ദേവതയായിട്ട് സുന്ദരീഷണി കണക്കാക്കുന്ന സമയത്ത് ആ ദേവതയെ ഉപാസിച്ചു കൊണ്ടത് നമുക്ക് ഭോഗമുക്തി എന്നുള്ള ഫലം കിട്ടുകയും ചെയ്യും. അതേ സമയത്ത് ഇപ്പോൾ വേറെ യക്ഷന്മാരിയുള്ള ദേവതകൾക്കൊക്കെ ഉപാസിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ സുന്ദരീക്ഷണി എന്നുള്ള ആ ഭാവത്തിലുള്ള ദേവതയെ പൂജിക്കുന്ന സമയത്ത് അത് ത്രിപുരസുന്ദരിയുടെ തന്നെ ഒരു പരിവാര ദേവതയായതുകൊണ്ട് അങ്ങനെയുള്ള ദോഷഫലങ്ങളൊന്നും ആ പൂജ ചെയ്താൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ദേവതയെ എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഗന്ധർവനും യക്ഷിയുടെ കൂടെ പിന്നെ നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്ന അശ്വാരൂഢത്തിനെയാണ്. അശ്വാരൂഢം പൊതുവെ വശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ അശ്വാരൂഢം മാത്രമായിട്ട് സാധാരണഗതിയിൽ നമ്മൾ പൂജിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശാസ്ത്രം. കാരണം അശ്വാരൂഢം പാശത്തിൽ നിന്നും, ലളിതാ ത്രിപുരസുന്ദരിയുടെ പാശത്തിൽ നിന്നും ഉത്ഭവിച്ച ദേവതയായിട്ട് പറയപ്പെടുന്നു. പാശം എന്ന് പറയുന്നത് ബന്ധിപ്പിക്കുന്നതും അട്രാക്ട് ചെയ്യപ്പെടുന്നതും, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ആ ലളിതാ ത്രിപുരസുന്ദരിയുടെ ഒരു അംഗ ഉപാംഗ പ്രത്യേക ദേവതകളായിട്ട് ആണ് അശ്വാരൂഢത്തിന് നമ്മൾ കണക്കാക്കേണ്ടത്. അതിൽ ബാല അന്നപൂർണേശ്വരി, അശ്വാരൂഢം, ഇതൊക്കെയാണ് അംഗ ഉപാംഗ പ്രത്യേകങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ആ ദേവതയെ ഉപാസിച്ച് കഴിഞ്ഞാൽ എന്താണ് കിട്ടാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഉദ്ദിഷ്ട കാര്യം, ആ ഉദ്ദിഷ്ട കാര്യം നേടാനുള്ള നമ്മളുടെ അകത്ത് തന്നെ ഇരിക്കുന്ന ഊർജവും സ്രോതസ്സും ആ കഴിവും അതിനെ ഉത്തേജിപ്പിച്ചിട്ട് ആ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മളുടെ അകത്തിരിക്കുന്ന ആ എനർജിയെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അശ്വാരൂഢം എന്നുള്ള ദേവതയെ നമ്മൾ പൂജിക്കുന്നത്. അപ്പോൾ അശ്വാരൂഢം വെച്ച് കഴിഞ്ഞാൽ ആ ഹോഴ്സ് പവർ എന്നാണ് നമ്മൾ പറയുക. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ ലൈംഗികമായിട്ടുള്ള കാര്യത്തിന് ഹോഴ്സ് പവർ ആണ് നോക്കുന്നത്. എന്നുവെച്ചാൽ എനർജിയെ നമ്മൾ അതിൻ്റെ ഒരു മെഷർമെൻ്റ് എന്നുള്ള നിലയ്ക്ക് ഹോഴ്സ് പവർ ആണ് വയ്ക്കുന്നത്. ഇപ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു ദാമ്പതികളുടെ ഒരു ദാമ്പത്യത്തിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ഒരു ഐക്യം പുലർത്തി ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ പരസ്പരം വശ്യമുണ്ടാകണം. ഇപ്പോൾ ജാതകത്തിലൂടെ നോക്കുന്ന പൊരുത്തങ്ങളല്ലാതെ എസെൻഷ്യലായിട്ടുള്ള ചില കാര്യങ്ങൾ അത് നമ്മൾ നോക്കേണ്ടി വരും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അശ്വാരൂഢം എന്നുള്ള ആ ദേവതയ്ക്ക് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് പരസ്പരം വശ്യത ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിൽ ആദ്യമേ ഞാൻ പറഞ്ഞോട്ടെ, ഈ ദേവതയെ നമ്മൾ പൂജിക്കുമ്പോൾ വശ്യം ഉണ്ടാക്കുക എന്ന് പറയുന്ന സമയത്ത് ഒരാൾക്ക് അർഹതപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ജെനുവിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹ സാഫല്യത്തിന് മാത്രമേ അത് പ്രയോജനപ്പെടുള്ളൂ. അതല്ലാതെ വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയിട്ട് ഒരാളെ വശ്യപ്പെടുത്തുക എന്ന് പറയുന്നത് അത് ഈ പൂജയിലൂടെ നടക്കില്ല. ഇനിയിപ്പോൾ അഥവാ നടന്നാലും ഒരു ഒരു പ്രഷർ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഒരാളെ വശ്യപ്പെടുത്തുന്ന സമയത്ത് താൽക്കാലികമായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരാമായിരിക്കാം. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ
ഈ വശ്യത്തിൻ്റെ ഈ പ്രഭാവം അത് എപ്പോഴാണോ നശിച്ചു പോകുന്നത്, ആ സമയത്ത് ആ ക്ലയൻറ്റിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക്, വശ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള നാച്ചുറലായിട്ടൊരു മനസ്സിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് താൻ വശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ അറിവുണ്ടാകുന്നതോടുകൂടി അതിലൂടെ ഉണ്ടാകുന്ന കുറ്റബോധങ്ങളോ അതിലൂടെ ഉണ്ടാകുന്ന വേറെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതിനൊക്കെ കാരണമായിട്ട് ഈ ആരാണോ വശ്യം ചെയ്തത് ആ അദ്ദേഹത്തിൻ്റെ കർമ്മത്തിനെ അത് ബാധിക്കും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ആർക്കും എന്തും ആഗ്രഹിക്കാനുള്ള സ്കോപ്പുണ്ട്. പക്ഷെ അതൊക്കെ നേടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹത വേണം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ദേവതയെ ഉദ്ദേശിക്കുന്ന സമയത്ത് ഏതൊരു ദാമ്പത്യ ജീവിതത്തിലും അടിസ്ഥാനപരമായിട്ട് പരസ്പരം വശ്യമുണ്ടായാൽ മാത്രമേ ഒരു ഒരു എന്താ വിജയകരമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം അറ്റം വരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അശ്വാരൂഢത്തിനെ എടുക്കുന്നത്. ഓ